ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോണേ. ഞാൻ വളരെയധികം ഇപ്പോൾ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കൺസീലർ അടക്കം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ്, ബട്ട് പുറത്ത് പോകുമ്പോൾ ഇത്തിരി ഭംഗി ഉണ്ടാവണം, അതുപോലെ തന്നെ ഓവറായിട്ട് തോന്നാനും പാടില്ല, അങ്ങനത്തെ മേക്കപ്പ് ആട്ടോ ഇപ്പോൾ ഞാൻ യൂഷ്വലി ഇപ്പോൾ ചെയ്യാറുള്ളത്. എനിക്ക് അതാണ് കംഫർട്ടബിൾ. ഇപ്പം അധികം കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണേക്കാട്ടും വേണം ഒന്നോ രണ്ടോ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഫേസ് നല്ല അടിപൊളിയാക്കാനാട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ പിമ്പിൾസൊക്കെ കുറച്ച് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്രീമൊക്കെ തേച്ചിട്ട് അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിമ്പിൾസ്. പിന്നെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും ഇപ്പോൾ മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കിൻ സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാട്ടോ ഇരിക്കണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ അധികം സ്കിൻ കെയറോ കാര്യങ്ങളൊന്നും ഓവറായിട്ടൊന്നും ചെയ്യാറില്ല, ആവശ്യത്തിന് മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അടിപൊളി കോമ്പാക്ട് പൗഡർ ആട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഒരു കോമ്പാക്ട് പൗഡറാണ്. അതിലാണെങ്കിൽ SPF ഉള്ള ഒരു കോമ്പാക്ട് പൗഡർ ആട്ടോ. അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, വേറെ ഫൗണ്ടേഷനോ കൺസീലറിൻ്റെയോ ഒരാവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കവറേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ബ്രൈറ്റൻ ആയ പോലെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മേലൊക്കെ ഇത്തിരിയും കൂടി നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കൺസീലർ യൂസ് ചെയ്യാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഡാർക്ക് സർക്കിൾസ് ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ, ഞാൻ ഹാപ്പി ആണെങ്കിൽ എൻ്റെ ഫേസിലും അതുപോലെ നല്ല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ മൈൻഡും എല്ലാം നമ്മൾ നല്ല സറൗണ്ടിങ്സും ഒക്കെ നല്ല ഹാപ്പി ആണെങ്കിൽ നമ്മളെ മുഖത്ത് അത് എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ വയ്യായി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ എടുത്ത് കാട്ടും കേട്ടോ. എൻ്റെ ഫേസിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്ന ടൈപ്പ് ഒരു ഇതാട്ടോ. അപ്പോൾ അതേ നമ്മൾ ആ കോമ്പാക്ട് പൗഡറൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാറ് കേട്ടോ. യൂഷ്വലി ഞാൻ ഐബ്രോസ് ഒന്നും ഫിൽ ചെയ്യാറില്ല, ബട്ട് ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന്. ഇതിപ്പോൾ മൈക്രോ ബ്ലേഡിങ് ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ 2 കൊല്ലമൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്റ്റിൽ അത് ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട്. യൂഷ്വലി എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കർ ഐബ്രോസ് ആണ്, കുറച്ച് ചില സ്ഥലത്ത് മാത്രം ഫില്ല് ചെയ്യാനുള്ളത് കൊണ്ട് ജസ്റ്റ് ചെയ്തതാണ്. അത് ചെയ്തത് കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐബ്രോസ് നല്ല തിക്കായിട്ട് എപ്പോഴും ഇരിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇപ്പോൾ പാച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഹാക്കാണ് ഇത്. ത്രെഡ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു കൺസീലർ എടുത്തിട്ട് ഇതുപോലെ പുരുകത്തിന് മേലെ നമ്മൾ ലൈക്ക് ഐബ്രോസ് വരച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് തോന്നും. പുരുകൊക്കെ നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ട് സെറ്റായ പോലെ ഇരിക്കും കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഞാനിത് വല്ല ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ മാത്രമായിട്ട് ഈ കാര്യം ചെയ്യാറ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഇതെന്താ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ ഗ്രാൻഡ് ഫംഗ്ഷനോ കാര്യമൊന്നുമില്ല, നമ്മുടെ പൊണ്ണു ബാബിയുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയിലിരിക്കണമല്ലോ വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ മേക്കപ്പ് ചെയ്യണ്ടതാട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇത് ചെയ്തപ്പോൾ കണ്ട് നല്ല ക്ലീൻ ലുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ത്രെഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ത്രെഡ് ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐബ്രോസ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാറ്. എനിക്ക് നല്ല മാറ്റം തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും എന്തിനാണ് അത് ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ. അതായത് ജസ്റ്റ് കൺസീലർ ഇട്ട സമയത്ത് ഈ എന്താ പറയുക ഫ്രണ്ട് ഭാഗത്തുള്ളവർക്ക് കുറച്ച് കൺസീലർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ആ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ചെയ്ത്. പിന്നെ നമ്മൾ സ്പൂളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ്. ഇനി നമ്മൾ ജസ്റ്റ് ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, മുന്നൊന്നും ഞാൻ ഐ ഷാഡോ എന്ന് പറയുന്ന സംഭവമേ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുന്നൊക്കെ പണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമെങ്കിലും അങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്യൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും ജസ്റ്റ് ഒരു ലൈറ്റർ ഷെയ്ഡെങ്കിലും ഞാൻ ഐ ഷാഡോ ഇട്ടിട്ട് പോകും. അപ്പോഴേക്കും ഏട്ടനൊക്കെ പുറത്തേക്ക് പോയിട്ട് രാവിലെ തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റ് കളർ ഒരു പിങ്കിഷ് കളർ ഷെയ്ഡ് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് ഞാൻ മിക്സ് ചെയ്യും. ആദ്യം ഒന്ന് ലൈറ്റർ കളർ ഇട്ട് കൊടുത്തിട്ട് കോർണേഴ്സിൽ എപ്പോഴും ഇത്തിരി ഡാർക്കർ ഷെയ്ഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഐ ഷാഡോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലുക്ക് തന്നെ ഇത്തിരി ചേഞ്ച് ആയ പോലെ തോന്നും. ഇത്തിരി കൂടി നല്ല ഭംഗിയായിട്ടുള്ള, ഇത്തിരി കൂടി എന്താ പറയുക
എങ്ങനെ പറയാം, നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് അടിഭാഗത്തും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ അടിഭാഗത്ത് ഞാൻ മുന്നേ എഴുതി കൊടുക്കാറില്ല, ബട്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഓവറായിട്ട് ഈ കണ്ണീൻ്റെ അടിയിൽ നമ്മുടെ എൻ്റെ ഇപ്പോൾ റൈറ്റ് കണ്ണീൻ്റെ അവിടെ ഇത്തിരി ഓവറായിട്ടുണ്ടെന്ന് അത്രയും പാടില്ല. ജസ്റ്റ് അവിടെ തുടച്ചു കൊടുത്തു കേട്ടോ അവിടെ പോകാൻ നിൽക്കുന്ന സമയത്ത്. കാരണം അതായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്തോ പോലെ ഇങ്ങനെ തോന്നും. കൊറിയൻ മേക്കപ്സ് ഒക്കെ യൂഷ്വലി കാണുമ്പോൾ ഇതുപോലെയാണ് അവരുടെ ഐ മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ. ബട്ട് എനിക്ക് അങ്ങനെ ഓവറായിട്ട് അടിഭാഗത്ത് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് അത് ജസ്റ്റ് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ ഐലൈനർ എഴുതുമ്പോൾ വിങ്ഡ് ആയിട്ടുള്ള ഒരു ഐലൈനർ ആയിട്ട് എഴുതാം. എനിക്കറിയില്ല, എൻ്റെ കണ്ണിന് അങ്ങനെ എഴുതുമ്പോഴാണ് ഭംഗി തോന്നുന്നു. പിന്നെ ഞാൻ എപ്പോൾ പുറത്ത് പോയാലും ഞാൻ വിചാരിക്കും കണ്ണ് എഴുതാണ്ട് പോവാന്ന്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മിനിമം മേക്കപ്പ് ആയിട്ട് പുറത്ത് പോകാനാണ് ഇഷ്ടം. അതായത് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ മുഖത്ത് സിറംസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഭയങ്കര മടിയാണ് യൂസ് ചെയ്യാൻ. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊരു പൗഡർ ഇട്ടിട്ട് ഏതെങ്കിലും ലൈറ്റർ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇടുക. ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഡാർക്കറായാലും കുഴപ്പമില്ല, ലിപ്സ്റ്റിക്ക് ഇടുക. പിന്നെ കണ്ണ് ഏതാണ്ട് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആൾക്കാർ ചോദിക്കും എന്ത് പറ്റി, വയ്യേ, പനിയാണോ, അല്ലെങ്കിൽ കാരണം ഈ കണ്ണ് നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ എഴുതി ഇതിപ്പോൾ മേലെ മാത്രം എഴുതിയിട്ട് പോയാലും ഇപ്പോൾ വീട്ടുകാരെന്നെ ചോദിക്കുന്നത് വയ്യേ നിനക്കുന്ന്. കാരണം നമ്മളെപ്പോഴും മേലും അടിയിലും നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടല്ലോ പോവാറ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പൊന്നു ബാബി, അപ്പൊ എപ്പോ ആണെങ്കിലും നമ്മളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ മേലടിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാട്ടോ. എൻ്റെ ഫേസിന് അങ്ങനെയാണ് കൂടുതൽ ഭംഗി. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഭംഗി കണ്ടിട്ട് പെട്ടെന്ന് നമ്മളൊരു ദിവസം ഒന്നും എഴുതാണ്ടാവുമ്പോൾ എന്തോ വയ്യാത്ത പോലെയല്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ പറയണ എന്താ വയ്യെന്നൊക്കെ ചോദിക്കണേ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു മേലെ മാത്രം എഴുതാം, പിന്നെ എന്തോ പറ്റിയ പോലെ അപ്പം ഞാൻ വിചാരിച്ചു അടിയിലും കൂടി എഴുതി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ മസ്കാര അടിപൊളി മസ്കാര കേട്ടോ. ഏത് ബ്രാൻഡെന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് അടിപൊളി മസ്കാരയാണ്. നമ്മുടെ കൺപീലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് കാണും കേട്ടോ. അപ്പം ഞാൻ അടിയിൽ എപ്പോഴും ഞാൻ മേലെ എഴുതുന്ന സമയത്ത് മസ്കാര യൂസ് ചെയ്യുമ്പോൾ തന്നെ അടിയിലും ചെയ്യാറുണ്ട്, ബട്ട് പരക്കൂട്ടോ. കാരണം നന്നായിട്ട് അത് അടിയിലൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന സമയത്താണ് കണ്ണ് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അടിയിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ പോലെ ആവട്ടോ. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഈ അടിയിൽ ഞാൻ കാജൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ സ്മഡ്ജായിട്ട് അടിയിൽ കാജലാവണത് ഇഷ്ടമില്ല. ഞാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, എന്നാലും അടിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മഡ്ജായിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് ഉള്ളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് നമ്മുടെ റെനയുടെ കാജലാട്ടോ. അടിപൊളി കാജൽ എന്ന് പറഞ്ഞാൽ അടിപൊളി കാജലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതായത് ഭയങ്കര പിഗ്മെൻറ്റേഷനുമാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ പരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, വാട്ടർ പ്രൂഫാണ്, അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ ഈ കാജലും നല്ലതാണ്, ലാക്മേയുടെ ഐക്കോണിക് കാജലും നല്ലതാണ്. ബട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലാക്മേ ഐക്കോണിക് കാജൽ യൂസ് ചെയ്യില്ല കേട്ടോ. കാരണം അതിനെക്കാട്ടും എനിക്ക് ഇഷ്ടമായത് ഇതാണെങ്കിൽ നമുക്കിങ്ങനെ ഷാർപ്പൻ ചെയ്തെടുക്കാം. മറ്റേതാണെങ്കിൽ ചില സമയത്ത് ഞാൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിയൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, ഇതാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ തന്നെ കണ്ടില്ല ഐലാഷസ്, ഭയങ്കര ഐലാഷസ് വെച്ച പോലെ, ഫോൾസ് ലാഷ് വെച്ച പോലെ കേട്ടോ. ഞാൻ തന്നെ മുക്കി പറയണത്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് പറയട്ടോ. പിന്നെ ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ക്രീമും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ ബ്ലഷ് ഒന്നും ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യായിരുന്നു. ഓൾറെഡി ഞാൻ ബ്ലഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു 2 ഈ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ബട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കേട്ടോ, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ. ബട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ എപ്പോഴും അതിങ്ങനെ പാച്ച് പോലെയായിട്ട് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അതുപോലെ ആയിട്ടോ നിൽക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യാറ്. അപ്പം അമ്മയാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു സംഭവം ചോദിക്കാനായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ പറയാണ് അയ്യോ അധികം ഒന്നും ഇട്ട് കൊള്ളാക്കല്ലേ ചെന്നു. അപ്പോൾ ഇത്തിരി ഉള്ളൂ, ഇത് ലൈറ്റ് കളറാണ്. ഭയങ്കര എനിക്കിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ബ്ലഷ് ഒന്നും ഇട്ടിക്കുന്നത് ഇഷ്ടമല്ലേ, ലൈറ്റായിട്ട് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഈ അടുത്താട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ ഞാൻ ആദ്യം ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ഒരു ഏതാ ഷെയ്ഡെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ഷെയ്ഡ് വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഫുള്ള് ലിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു സത്യം പറയുകയാണെങ്കിൽ ഈ ലിപ്പ് ലൈനർ കൊണ്ട് മാത്രം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ലിപ്സ് ഇരിക്കും കേട്ടോ.
ശരിക്കുകയാണെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഈ ലിപ് ലൈനർ മാത്രം, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാണ്ട് ലിപ് ലൈനർ മാത്രം യൂസ് ചെയ്ത് ഇതാക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഫംഗ്ഷന് പോയിട്ടുള്ള ലുക്കും കാര്യങ്ങളും. പിന്നെ കംപ്ലീറ്റ് ലുക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അപ്പോഴേക്കും ഭയങ്കര തിരക്കൊന്നും. അപ്പം ഇതാട്ടോ ഡ്രസ്സ്, ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഡ്രസ്സും പിന്നെ ഇയറിങ്സും മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. വേറെ പിന്നെ ഹെയർ നമ്മളിത് ലൂസായിട്ട് ഇതുപോലെ അയച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.